നമസ്കാരം. അവസാനം പ്രശാന്ത് കിഷോറിന് ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങാം. മാസങ്ങൾ നീണ്ട ശക്തമായ പ്രചാരണങ്ങൾക്കും വീട് വീടാന്തരമുള്ള ജനസമ്പർക്കത്തിനും നീണ്ട നാളത്തെ അധ്വാനത്തിനു ശേഷം ജൻസുരാജ് സ്ഥാപകന് തന്റെ അർഹിച്ച പ്രതിഫലം ലഭിച്ചിരിക്കുകയാണ്. ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തി കിഷോർ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ബീഹാർ BJPയുടെ ഏറ്റവും ശക്തമായ കോട്ടകളിലൊന്നിൽ 35 വർഷമായി തുടരുന്ന ആധിപത്യത്തിനാണ് അദ്ദേഹം വിരാമമിട്ടത്. BJP സ്ഥാനാർത്ഥിയായ നീരജ് കുമാർ സിൻഹയെ 18,953 വോട്ടുകൾക്കാണ് കിഷോർ പരാജയപ്പെടുത്തിയത്. കിഷോർ 63,203 വോട്ടുകൾ നേടിയപ്പോൾ സിൻഹയ്ക്ക് 44,250 വോട്ടുകളാണ് ലഭിച്ചത്. RJD സ്ഥാനാർത്ഥിയായ രേഖ ഗുപ്ത 14,085 വോട്ടുകളുടെ ബഹുദൂരം പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്തി. വോട്ടെണ്ണലിലെ ആദ്യഘട്ടങ്ങളിൽ തന്നെ മുന്നിലെത്തിയ കിഷോർ ലീഡ് ഘട്ടം ഘട്ടമായി ഉയർത്തുകയായിരുന്നു. ആകെയുള്ള 31 റൗണ്ട് വോട്ടെണ്ണലിൽ 10ാം റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചിരുന്നു. BJPയും RJDയും തങ്ങളുടെ പൂർണ്ണ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ഏകദേശം 2 മാസം മുമ്പേ തന്നെ പ്രചാരണ രംഗത്തിറങ്ങിയ പ്രശാന്ത് കിഷോറിന്റെ മാസങ്ങൾ നീണ്ട താഴെത്തട്ടിലുള്ള അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയം. ഈ കാലയളവിൽ കിഷോർ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയും വീട് വീടാന്തരമുള്ള വ്യാപകമായ ഇടപെടൽ നടത്തുകയും ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എതിരാളികളെക്കാൾ വ്യക്തമായ മേൽക്കൈ നൽകിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിൽ ഭരത് ഭൂഷൺ തിവാരി എന്ന യുവാവ് ജൂൺ 17 കൊല്ലപ്പെട്ടത് ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു. പോലീസ് വെടിവെച്ചു കൊന്നു എന്നതായിരുന്നു ഈ സംഭവത്തിൽ ഉയർന്ന പ്രധാന ആരോപണം. പ്രചാരണത്തിലുടനീളം പൊതുയോഗങ്ങളിൽ കിഷോർ ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് സാമ്രാജ് ചൗധരി സർക്കാരിന്മേലുള്ള ജനഹിത പരിശോധനയാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. കന്നി വോട്ടർമാർക്കും ജെൻസി വോട്ടർമാർക്കും പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് തൊഴിൽ, വിദ്യാഭ്യാസം, ഭരണം എന്നിവയിലൂന്നിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം. അതേസമയം BJP ഈ മത്സരത്തെ ഒരു അഭിമാന പോരാട്ടമായിട്ടായിരുന്നു കണ്ടത്. 40ഓളം പ്രമുഖ പ്രചാരകരെയും നിരവധി പാർട്ടി പ്രവർത്തകരെയുമാണ് അവർ രംഗത്തിറക്കിയത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിരവധി മുതിർന്ന നേതാക്കൾ ബങ്കിപ്പൂരിൽ വ്യാപകമായി പ്രചാരണം നടത്തിയിരുന്നു. വിജയത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച കിഷോർ ബങ്കിപ്പൂരിലെ ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് വ്യക്തമാക്കി. ഈ വിജയത്തിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ മുൻഗണന ബങ്കിപ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വിശ്വാസത്തെയും ആദരിക്കുക എന്നതാണ്. ബങ്കിപ്പൂരിന്റെ വികസനത്തിനായി സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും. അടുത്ത 2 മുതൽ 3 മാസത്തിനുള്ളിൽ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ബങ്കിപ്പൂർ ഒറ്റ രാത്രി കൊണ്ട് ബംഗളൂരുവായി മാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും വരും മാസങ്ങളിൽ തന്നെ വ്യക്തമായ പുരോഗതി മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഈ ജനവിധി BJP നേതൃത്വത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്നുവെന്നും കിഷോർ അവകാശപ്പെടുന്നു. ബങ്കിപ്പൂരിലെ ജനങ്ങൾ BJP നേതൃത്വത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ദയവായി നല്ലൊരു വ്യക്തിയെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിയമിക്കൂ. സാമ്രാജ് ചൗധരിക്ക് പകരം കുഷ്വാഹ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവിനെ കൊണ്ടുവരാനാണ് BJP ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായി അവരുടെ തീരുമാനമാണ്. ഞങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. എന്നാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി കുഷ്വാഹ സമുദായത്തിൽ നിന്നുള്ള പ്രാപ്തനും സത്യസന്ധനമായ വ്യക്തിയായിരിക്കണം. ഏത് സാഹചര്യത്തിലും ബീഹാർ പുരോഗമിക്കുക തന്നെ വേണം. ഏത് വ്യക്തി ജയിക്കുന്നു എന്നതോ ഏത് പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നു എന്നതോ അല്ല പ്രശ്നം. ബീഹാറിന്റെ വികസനമാണ് യഥാർത്ഥത്തിൽ പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലത്തോട് പ്രതികരിച്ച ബീഹാർ BJP അധ്യക്ഷൻ സഞ്ജയ് സറോഗി കിഷോറിനെ അഭിനന്ദിക്കുകയും തോൽവിക്ക് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാൻ പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യുന്നതിന് പകരം BJP ജനവിധി മാനിക്കുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്യുമെന്ന് മന്ത്രി വിജയ് കുമാർ സിൻഹയും വ്യക്തമാക്കി. ഇത് ജനാധിപത്യത്തിന്റെ മണ്ണാണ്. ഞങ്ങൾ ജനവിധിയെ മാനിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും ജനാധിപത്യ മൂല്യങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. പ്രതിപക്ഷത്തെ പോലെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ EVMകളെയോ കുറ്റപ്പെടുത്താറില്ല. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുകയും ജനവിധി അംഗീകരിക്കുകയും ചെയ്യുന്നു. എവിടെയാണ് തെറ്റുകൾ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അവ സംഭവിച്ചതെന്നും മനസ്സിലാക്കാൻ ഞങ്ങൾ സമഗ്രമായ അവലോകനം നടത്തും. ഇത് ബീഹാറാണ്. ഞങ്ങൾ 202 സീറ്റുകൾ നേടി വിജയിച്ചിട്ട് 6 മാസം പോലും ആയിട്ടില്ലെന്ന ആളുകൾ ഓർക്കണമെന്നും ഇക്കൂട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. EVMകളെ കുറ്റപ്പെടുത്താറില്ലെന്ന BJPയുടെ മറുപടി വാസ്തവത്തിൽ പ്രതിപക്ഷത്തിനുള്ള നല്ലൊരു അടിയായിട്ട് കൂടിയാണ് വിലയിരുത്തപ്പെടുന്നതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു.